ഇപ്പോൾ എല്ലാവരും ഇതുവരെ ചെയ്ത എല്ലാ പ്രോബ്ലംസും, അതായത് ഇന്നലെ 3 ക്ലാസ് ഉണ്ടായിരുന്നു. 3 ക്ലാസ് ചെയ്ത ന്യൂമറിക്കൽസും ഇക്വേഷൻസും എല്ലാം നോട്ടിൽ കംപ്ലീറ്റ് ചെയ്തോണം. ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ നോട്ട് എല്ലാവരുടെയും കംപ്ലീറ്റ് ആയിരിക്കണം. ഓക്കെ. അതുപോലെ തന്നെ നാളെ തന്നെ എല്ലാവരും അസൈൻമെൻറ്റ് അപ്ലോഡ് ചെയ്തോണം ലിൻവേസിൽ.
മിസ് മൈക്കും മ്യൂട്ടാണ്. ഇപ്പോഴാണോ മ്യൂട്ടായ? ഞാൻ കേൾക്കാൻ പറ്റുന്നുണ്ടോ? മിസ് എപ്പോഴാ മ്യൂട്ടായേ? നേരത്തെ മ്യൂട്ടായിരുന്നു. ആ ഇക്വേഷൻ എല്ലാം എഴുതിയോ നിങ്ങള്? ഏ മ്യൂട്ടാകുമ്പോൾ പറയണേ. സ്ലൈഡിൽ നിന്ന് ഇക്വേഷൻ നോട്ട് ചെയ്തോ. നമുക്ക് നോക്കൂ, നമുക്ക് അനലോഗ് ബട്ടർവർത്ത് ലോ പാസ് ഫിൽറ്ററാണ് ഡിസൈൻ ചെയ്യാനുള്ളത്. ഓക്കെ, അതിൽ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ ഫിൽറ്ററിൻ്റെ ഓർഡർ കണ്ടുപിടിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് എന്നിൻ്റെ ഇക്വേഷൻ ലാസ്റ്റ് ക്ലാസ് നമ്മൾ എഴുതി. Equation n is greater than or equal to log root of 10 raised to 0.1 alpha s minus 1 by 10 raised to 0.1 alpha p minus 1 the whole divided by log of ohm s by ohm p. അല്ലേ, ഇന്നലെ ചെയ്തതാണ് പ്രോബ്ലം ഓർഡർ കണ്ടുപിടിക്കാനായിട്ട്. ആഫ്റ്റർ ദാറ്റ് you should round off the value of n to the next higher integer. Okay, next higher integer. And the third step is that you have to find the transfer function h of s. Okay, you have to find the transfer function h of s for the cutoff frequency ohm c equal to 1 radians per second. ഓക്കെ, 1 റേഡിയൻസ് പെർ സെക്കൻഡിലെ എച്ച് ഓഫ് എസ് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇനി ഓം സി കണ്ടുപിടിക്കണം. ഓം സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഓം പി ബൈ 10 raised to 0.1 alpha p minus 1 the whole raised to 1 by 2n equal to ohm s divided by 10 raised to 0.1 alpha s minus 1 the whole raised to 1 by 2n. ഓക്കെ, ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് മാർക്ക് ചെയ്തിട്ടോ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഓം സി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു ഫൈൻഡ് എച്ച് എ ഓഫ് എസ്. ഓക്കെ, യു ഹാവ് ടു ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് എ ഓഫ് എസ്. വേർ അതെങ്ങനെ കിട്ടും? എച്ച് എ ഓഫ് എസ്, എച്ച് എ ഓഫ് എസ് എങ്ങനെ കിട്ടും? ഓം സി, അതായത് ഓം സി എന്ത് ചെയ്യണം? യു ഹാവ് ടു ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് എ ഓഫ് എസ് ഫോർ ദി എബവ് വാല്യൂ ഓഫ് ഓം സി. ഓക്കെ, ഈ ഓം സിയുടെ വാല്യൂ വെച്ചിട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് എ ഓഫ് എസ് കണ്ടുപിടിക്കുക. ആൻഡ് ഓൾസോ യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട്. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ എസ് ടെൻസ് ടു എസ് ബൈ ഓം സി എന്ത് ചെയ്യണം? ഈ വാല്യൂ, ദാറ്റ് ഈസ് എസ്സിന് നിങ്ങൾ എസ് ബൈ കണ്ടുപിടിച്ച ഓം സി എന്നുള്ള വാല്യൂ. ഓക്കെ, എസ്സിന് നിങ്ങൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എസ് ബൈ ഓം സി. ആ എസ് നിങ്ങൾ എവിടെ കൊടുക്കും? നേരത്തെ കണ്ടുപിടിച്ച ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് എസ്സിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതാണ് ഫൈനൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, എഴുതിയോ എല്ലാവരും? അനുശ്രീ എഴുതിയോ? മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാ കേട്ടോ. നിങ്ങൾ ചാറ്റിലിട്ടാൽ എനിക്ക് അറിയാൻ പറ്റില്ല. ഇനി ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തു. ഡിസൈൻ ആൻഡ് അനലോഗ് ബട്ടർവർത്ത് ഫിൽറ്റർ ദാറ്റ് ഹാസ് എ -2 dB പാസ് ബാൻഡ് അറ്റുനുവേഷൻ at
a frequency of 20 radians per second. Okay, 20 radians per second. And at least minus 10 dB stop band. Okay, stop band attenuation at 30 radians per second. എഴുതിയെടുത്തു. Design an analog Butterworth filter that has a minus 2 dB pass band attenuation at a frequency of 20 radians per second and at least minus 10 dB stop band attenuation at 30 radians per second. Okay. എഴുതിയെടുത്തോ ക്വസ്റ്റ്യൻ? ഇനി എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് ക്വസ്റ്റ്യന് തന്നേക്കുന്നത്? ആൽഫ പി എന്ന് തന്നേക്കുന്നത് 2 ഡെസിബൽ. ആൽഫ എസ് എന്താണ്? ഇത് ആൽഫ പിയും എസും, അതായത് സ്റ്റോപ്പ് ബാൻഡും പാസ് ബാൻഡിൻ്റെയും പാരാമീറ്റേഴ്സ് ആണ് ക്വസ്റ്റ്യന് തന്നേക്കുന്നത്. ആൽഫ പി ഈക്വൽ ടു 2 dB, ആൽഫ എസ് ഈക്വൽ ടു 10 dB ആൻഡ് O P equal to 20 radians per second and ohm S equal to 30 radians per second. ഇതാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഫൈൻഡ് ദി ഓർഡർ. ഓക്കെ, ടു ഫൈൻഡ് ദി ഓർഡർ n. എന്താണ് എന്നിൻ്റെ ഇക്വേഷൻ? കഴിഞ്ഞ ക്ലാസ്സിൽ സെയിം പ്രോബ്ലം ചെയ്തതാണ്. n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു log root of 10 raised to 0.1 alpha s minus 1 by 10 raised to 0.1 alpha p minus 1 divided by log ohm s by ohm p. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് കിട്ടും? എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? n will be greater than or equal to 3.37 എന്ന് കിട്ടും. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഫിൽറ്ററിൻ്റെ ഓർഡർ. ഓക്കെ, ഓർഡർ n will be greater than or equal to 3.37. ഇനി സ്റ്റെപ്പ് 2 എന്താണ് ഞാൻ പറഞ്ഞത്? യു ഷുഡ് റൗണ്ട് ഓഫ് ദിസ് വാല്യൂ ഓഫ് n ടു ദി നെക്സ്റ്റ് higher integer. Okay, next higher integer. Therefore, you can write n as n is greater than or equal to 4. അല്ലേ? 3.37ൻ്റെ ഹയർ ഇൻറ്റിജർ എന്താണ്? 4. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? ദ ഓർഡർ ഓഫ് ഫിൽറ്റർ വിൽ ബി n greater than or equal to 4. Now, the next step. Step 3 is that you have to find h of s. Okay, h of s for cutoff frequency 1 radians per second. 1 radians per second. എന്താണ് h of sn? ഞാൻ ഇന്നലെ ഒരു ടാബുലർ കോളം തന്നിരുന്നു. ആ ടാബുലർ കോളത്തിൽ വെച്ചിട്ട് ഫോർത്ത് ഓർഡർ ഫിൽറ്ററിന് എന്തുമായിരിക്കും ട്രാൻസ്ഫർ ഫംഗ്ഷൻ നോക്കിയിട്ട് പറഞ്ഞ്. എന്തുമായിരിക്കും ട്രാൻസ്ഫർ ഫംഗ്ഷൻ? എന്തായിരിക്കും? 1 by sn square plus 0.765 sn plus 1 and
Sn square plus 1.848 Sn plus 1. ഇതായിരിക്കും n ഈക്വൽ ടു 4 ആകുമ്പോഴുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, അത് ആ ടാബുലർ കോളത്തിൽ നിങ്ങൾ കാണാൻ പഠിക്കണം. നൗ the next step, okay, next step is that you have to find ohmc, cutoff frequency. എന്താണ് ഓംസിയുടെ ഇക്വേഷൻ? ഓംസിയുടെ ഇക്വേഷൻ ohmc will be equal to ohm p divided by 10 raised to 0.1 alpha p minus 1 the whole raised to 1 by 2n. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഓം എസും വെച്ചും കണ്ടുപിടിക്കാം. വേർ ഓം എസ് ബൈ ഓം സി ഈക്വൽ ടു ഓം എസ് ബൈ 10 raised to 0.1 ആൽഫ എസ് മൈനസ് 1 the whole raised to 1 by 2n. ഓക്കെ, ഇതാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി ഓം സിയുടെ ഇക്വേഷൻ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. ഓം പി 20 by 10 raised to 0.1 into 2 minus 1 the whole raised to 1 by 8. എന്ത് കിട്ടും? ഇത് സോൾവ് ചെയ്യുമ്പോൾ കട്ട് ഓഫ് ഫ്രീക്വൻസി 21.3868. Therefore, we got the cutoff frequency ohmc as 21.3868. എഴുതിയെടുത്തോ എല്ലാവരും? Now we will move on to the final step. Final step is that you have to find HAS. എങ്ങനെ കിട്ടും HAS? Sn will be equal to S by cut off frequency. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? HA of n, that is അനലോഗ് ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ, എന്ത് കിട്ടും? H of S എന്ന് പറയുന്നത് എന്താണ്? H of S എന്ന് പറയുന്നത് എന്താ നമുക്ക് കിട്ടിയേ? 1 by Sn square plus 0.765 Sn plus 1 into Sn square plus 1.848 Sn plus 1. ഇനി ഈ Sn എന്ത് കൊടുക്കണം? Sn equal to S by ohm C, that is S by 21.3868. ഇതാണ് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇനി Sn എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. Therefore, H of Sn can be written as 1 by S by 21.3868 square plus 0.765 S by 21.3868 plus 1 അല്ലേ? ജസ്റ്റ് Sn സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. S by 21.3868 into S by 21.3868 the whole square plus 1.848 S by 21.3868 plus 1. ഓക്കെ, ഇനി ഇതിനെ സോൾവ് ചെയ്തോ. LCM എടുത്ത് ന്യൂമറേറ്ററിലേക്ക് 21.3868 കൊണ്ടുപോയിട്ട് എങ്ങനെ കിട്ടും? നമുക്ക് എങ്ങനെ കിട്ടും? എങ്ങനെ കിട്ടും? HA of S 0.20921 into 10 raised to 6 divided by S square plus 16.368 plus 457.394 S square plus 39.5173 plus 457.394. നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പം ഫൈനൽ ആൻസർ ഇങ്ങനെ കിട്ടും. ഓക്കെ,
എഴുതിയെടുത്തല്ലോ എല്ലാരും? ഇതിന് മുമ്പിലത്തെ സ്ലൈഡില്ല, അത് കാണിക്കുമോ? ഓ, ഇതാണോ? ആ, ഇതാണ്. കഴിഞ്ഞോ? ആ മിസ്. ഇനി ഈ അനലോഗ് ബട്ടർവർത്ത് ഫിൽട്ടർ നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് വാല്യൂസ് തന്നാണ് ചോദിച്ചത്. എക്സാമിന് ഈ വാല്യൂസിന് പകരം ഒരു റെസ്പോൺസ് തന്നായിരിക്കും ചോദിക്കാം. ഇതിൽ ഏതെങ്കിലും രണ്ട് ചോദിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഒരു ടൈപ്പ് എഴുതിക്കോ. ഫോർ the given specification, design an analog Butterworth filter. എന്താണ് സ്പെസിഫിക്കേഷൻ? 0.9 less than or equal to h of j ohm less than or equal to 1 for 0 less than or equal to ohm less than or equal to 0.2 pi, and h of j ohm will be less than or equal to 0.2 or 0.4 pi less than or equal to ohm less than or equal to pi. ഇതായിരിക്കും എന്താണ് സ്പെസിഫിക്കേഷൻ. ഇനി ക്വസ്റ്റിന് തന്നേക്കുന്ന റെസ്പോൺസ് എന്ന് പറഞ്ഞത് വരച്ചോ. വരച്ചെടുത്തോ. ഇതായിരിക്കും ക്വസ്റ്റിനിൽ തരുന്നത്. ഇതെന്തായിരിക്കും? കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതല്ലേ, 1/√(1 + ε²). ഇതെന്ന് പറയുന്നത് 1/√(1 + λ²). ഇതായിരിക്കും ക്വസ്റ്റിനിൽ തരുന്നത്. ഇത് ക്വസ്റ്റിനിൽ തന്നില്ലെങ്കിൽ നിങ്ങളിത് വരച്ചിട്ട് വാല്യൂസ് മാർക്ക് ചെയ്താലും മതി. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റിനിൽ തന്നേക്കുന്ന സ്പെസിഫിക്കേഷൻ വെച്ച് ഇതൊന്ന് മാർക്ക് ചെയ്ത് ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. നോക്കൂ. ഓം, എച്ച് ഓഫ് ജെ ഓം എന്താണ് ക്വസ്റ്റിനിൽ തന്നേക്കുന്ന സ്പെസിഫിക്കേഷൻ? 0 to 1. 0.9 എന്ന് പറയുന്ന വാല്യൂ എന്താണ്? 1/√(1 + ε²). ഈ സെയിം ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട്. മാർക്ക് ചെയ്തോണം. 0.2 എന്ന് പറയുന്നത് 1 + λ². ഇനി
എന്തായിരിക്കും ഓം പി ആൻഡ് ഓം എസ്? ഓം പി വിൽ ബി ഈക്വൽ ടു 0.2 പൈ ആൻഡ് ഓം എസ് വിൽ ബി ഈക്വൽ ടു 0.4 പൈ. ഇനി നമുക്ക് എന്തറിയാം? ഓം പി അറിയാം, ഓം എസ് അറിയാം അല്ലേ? ഇനി വേറെന്തൊക്കെ വാല്യൂസ് അറിയാം? 1/√1 പ്ലസ് എപ്സിലോൺ സ്ക്വയർ ഈക്വൽ ടു 0.9 എന്നറിയാം. ഈ 1/√1 പ്ലസ് എപ്സിലോൺ സ്ക്വയർ ഈക്വൽ ടു 0.9 എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ, അതായത് ഇതിൽ നിന്ന് എപ്സിലോൺ എത്രയാണെന്ന് കണ്ടുപിടിച്ചേ. എങ്ങനെ കണ്ടുപിടിക്കും? ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ദാറ്റ് ഈസ് 1 പ്ലസ് എപ്സിലോൺ സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ്, എങ്ങനെ എഴുതാം? 1/0.9. ഇനി റൂട്ട് മാറ്റാൻ എന്ത് ചെയ്യണം? രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. 1 പ്ലസ് എപ്സിലോൺ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 1/0.9 ദ ഹോൾ സ്ക്വയർ. ഇതിൽ നിന്ന് എപ്സിലോൺ എന്ത് കിട്ടും? സോൾവ് ചെയ്തേ. എപ്സിലോൺ എന്ത് കിട്ടും? ഈക്വൽ ടു 0.484 എന്ന് കിട്ടും. ഓക്കെ. Similarly, you have to find the value of 1 by. ഇതുപോലെ എപ്സിലോൺ കണ്ടുപിടിച്ച പോലെ തന്നെ √1 പ്ലസ് ലാംഡ സ്ക്വയറും എത്രയാണെന്ന് അതായത് ലാംഡ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 1/√1 plus lambda square will be equal to 0.2. Therefore, from this you can find the value of lambda as 4.898. Okay, 4.898. നമുക്ക് എന്ത് കിട്ടി? എപ്സിലോണിൻ്റെ വാല്യൂ കിട്ടി, ലാംഡയുടെ വാല്യൂ കിട്ടി. എപ്സിലോണും ലാംഡയുടെ വാല്യൂ കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ഓർഡർ. ഓർഡർ നെക്സ്റ്റ്, അതായത് ഈ ഫിൽറ്റർ ഡിസൈൻ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? യു ഹാവ് ടു ഫൈൻഡ് ദി ഓർഡർ ഓഫ് ദ ഫിൽറ്റർ. ഓക്കെ, ഫോർ ദാറ്റ് ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് വെച്ചിട്ട് തന്നെ, അതായത് ഈ ലാംഡയും എപ്സിലോൺ കണ്ടുപിടിക്കാമല്ലോ. ആ ഒരു ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എഴുതിക്കോ. സ്റ്റെപ്പ് 1, യു ഹാവ് ടു ഫൈൻഡ് ദി ഓർഡർ ഓഫ് filter. You have to find the order of filter. That is n greater than or equal to log of 10 root of 10 raised to divided by log of alpha s by ohm s by ohm p. ഓക്കെ, ഇതാണ് എന്ത്? ഓർഡർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ ഏത് വാല്യൂ ഉള്ള? എപ്സിലോണും ലാംഡയല്ലേ? നമുക്കറിയാം എപ്സിലോൺ എന്താണ് ശരിക്കും പറഞ്ഞ 10⁻⁴ ആൽഫ s-1 ആണ് എപ്സിലോൺ. അതുപോലെ തന്നെ ലാംഡ എന്ന് പറയുന്ന 10⁻⁴ ആൽഫ പി -1. ഓക്കെ, ഇത് രണ്ട് വാല്യൂ അറിയാലോ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. എത്രയാ കിട്ടുന്നത്? എത്ര കിട്ടും? നമുക്ക് എന്നിന്റെ വാല്യൂ എന്ത് കിട്ടും? n is എന്ത് കിട്ടും? എന്നിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3.34 എന്ന് കിട്ടും. അതിനെ നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? You have to round the value of n to the next higher integer. Okay, n will be greater than or equal to 4. Okay, ഇനി എന്ത് ചെയ്യുക? h of n ഫിൽട്ടർ ഓർഡർ 4 ആയിരിക്കുമ്പോഴുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ ടാബുല കോളത്തിൽ നിന്ന് എടുത്ത് എഴുതുക. സ്റ്റെപ്പ് 3 അല്ലേ? n ഈക്വൽ ടു
4 ആകുമ്പം എച്ച് ഓഫ് എസ് എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 by എസ് എൻ സ്ക്വയർ പ്ലസ് 0.765 എസ് എൻ പ്ലസ് 1 ഇൻറ്റു എസ് എൻ സ്ക്വയർ പ്ലസ് 1.848 പ്ലസ് 1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എച്ച് ഓഫ് എസ് എൻ വിൽ ബി ഈക്വൽ ടു 1 എസ് എൻ സ്ക്വയർ പ്ലസ് 0.765 എസ് എൻ പ്ലസ് 1 എസ് എൻ സ്ക്വയർ പ്ലസ് 1 പ്ലസ് 848 പ്ലസ് 1. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് യു ഹാവ് ടു ഫൈൻഡ് ഓംസി. ഓംസിയുടെ ഇക്വേഷൻ എന്താണെന്ന് അറിയാലോ? ഓംസി ഈക്വൽ ടു ഓം പി. എല്ലാ ഇക്വേഷൻസും എഴുതി പഠിക്കുക തന്നെ വേണം. ഓം പി ബൈ 10⁻1 ആൽഫ പി മൈനസ് 1 ദ ഹോൾ റേസ് ടു 1/2n. ഓക്കെ, എല്ലാത്തിൻ്റെ വാല്യൂ അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. എത്ര വന്നു ആൻസർ? ഇതിൽ ഒരു ചെറിയ ഇതുണ്ട്. ഈ എപ്സിലോൺ എന്ന് പറയുന്നത് 10⁻01 ആൽഫ എസ് മൈനസ് 1 ആണ്, ദ ഹോൾ റേസ് ടു 1/2. അതുപോലെ തന്നെ ഇവിടെ റേസ് ടു 1/2 ഉണ്ട്. ഓക്കെ, അതുപോലെ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുമ്പം യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് മച്ച്, അതായത് ഇത്രയും എന്ന് പറയുന്നത് എന്താണ്? എപ്സിലോൺ ആണ്. ഓക്കെ, ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓം സി വിൽ ബി ഈക്വൽ ടു ഓം പി ബൈ എപ്സിലോൺ. ഓക്കെ, എപ്സിലോൺ ദ ഹോൾ റേസ് ടു 1/n. n 4 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എത്ര കിട്ടും? ഓർഡർ കണ്ടുപിടിക്കുമ്പോൾ ഈ 10⁻1 ആൽഫ പി, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ ആൽഫ തരും അല്ലെങ്കിൽ എപ്സിലോണിൻ്റെ വാല്യൂ തരും. ഓക്കെ, ഒന്നെങ്കിൽ ആൽഫ പിയും ആൽഫ എസും തന്നിട്ട് അത് വെച്ച് ഇക്വേഷൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എപ്സിലോണും ലാംഡയുടെ വാല്യൂ ഇട്ട് ചെയ്യുക. അതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എപ്സിലോൺ തന്നേക്കുന്ന എപ്സിലോണിൻ്റെ വാല്യൂ വെച്ചിട്ട് ആൽഫ പിയും ആൽഫ എസും കണ്ടുപിടിച്ച് ചെയ്താലും മതി. ഓക്കെ, എല്ലാ ഇക്വേഷനും അറിഞ്ഞിരുന്നാൽ മതി ചെയ്താൽ. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓം സി എന്ന് പറയുന്നത് എത്ര കിട്ടും? യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.24 പൈ. ഓക്കെ, 0.24 പൈ. ഇനി ദ ലാസ്റ്റ് സ്റ്റെപ്പ് എളുപ്പമാണ്. ജസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എച്ച് എ ഓഫ് എസ് by substituting Sn equal to S by ohm C. ഓക്കെ, ഇത് നേരത്തെ ദാണ്ട് ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ സ്റ്റെപ്പ് 3 കിട്ടിയ ഈ ഇക്വേഷനിൽ എസ് എന്നിന് എസ് ബൈ ഓം സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? എച്ച് എ ഓഫ് എസ് കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ. therefore എച്ച് എ ഓഫ് എസ് എന്ത് കിട്ടും? എച്ച് എ ഓഫ് എസ് എന്ന് പറയുന്നത് 1 എഴുതിക്കോ 1 S by 0.24 pi the whole square plus 0.765 into S by 0.24 pi plus 1 into S by 0.24 pi the whole square plus 1.848 S by 0.24 pi പ്ലസ് 1. ഇതായിരിക്കും കിട്ടുന്നത്. ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, സോൾവ്
സമയം ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യുന്നതാണ് ബെറ്റർ. ഓക്കെ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ ആസ് 0.5775 plus 0.05765 square into s square plus 0.393 s plus 0.05765 സ്ക്വയർ. ഓക്കെ, ഇതായിരിക്കും നിങ്ങളുടെ ഫൈനൽ ആൻസർ. എഴുതിയോ എല്ലാവരും? എഴുതിയോ? നമ്മൾ എന്താണ് ചെയ്തത്? അനലോഗ് ബട്ടർവർത്ത് ലോ പാസ് ഫിൽട്ടർ ആണ് ഡിസൈൻ ചെയ്തത്. ഫസ്റ്റ് ഓർഡർ എത്രയാണെന്ന് കണ്ടുപിടിക്കുക യൂസിങ് ദി ഇക്വേഷൻ n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു log of root of 10 raised to 0.1 alpha s minus 1 by 10 raised to 0.1 alpha p minus 1 by log ohm s by ohm p. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഒന്നെങ്കിൽ എപ്സിലോൺ ലാംഡയുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? 10 raised to 0.1 alpha s minus 1 the whole raised to 1 by 2, അതായത് റൂട്ട് ഓഫ്. ഓക്കെ, റൂട്ട് ഓഫ് ഇതെന്ന് പറയുന്നത് എങ്ങനെ എഴുതാം ഈക്വേഷൻ? ഓം എസ് ബൈ ഓം പി. ഈ ഇക്വേഷനെ ഇങ്ങനെ എഴുതാം. ഓക്കെ, so you have to find out the value of n, and the step 2 is that you have to round off the value of n to the next higher integer, and in step 3 you have to write the transfer function h of sn according to the order. Okay, according to the order. And fourth step is that you have to find the value of ohm c. After finding the value of ohm c എന്ത് ചെയ്യണം? എച്ച് എ ഓഫ് എസ് കണ്ടുപിടിക്കുക. വേറൊന്നും ചെയ്യേണ്ട, നേരത്തെ എഴുതിയ എച്ച് ഓഫ് എസ്സിൽ എന്ത് ചെയ്യുക? എസ് എന്നിന് എസ് ബൈ ഓം സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. ഓക്കെ, വലിയ ഇക്വേഷൻ ആണെങ്കിൽ സോൾവ് ചെയ്തില്ലെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാലും മതി. അറ്റ്ലീസ്റ്റ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിടുക. ഓക്കെ, എല്ലാം എഴുതി കഴിഞ്ഞോ? അനുശ്രീ എഴുതിയോ?